ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെ കണ്ട പോലെയൊക്കെ 10ാം ക്ലാസ് വെച്ചിട്ട് കേരള PSC ഒരുപാട് എക്സാംസുകളൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് വരുന്ന LDC അല്ലേ, എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാമാണ് LDC. പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു എക്സാം കൂടെ വരുന്നുണ്ട്, LGS അല്ലേ. 7ാം ക്ലാസ് നിലവാരത്തിലുള്ള എക്സാമാണ്. ഇപ്പോഴും എന്ത് വന്നിട്ടില്ല, എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇനി നല്ലൊരു ചാൻസ് ഇപ്പം തുടങ്ങുന്നവരെ മുന്നിലും നല്ലൊരു ചാൻസ് LGSന് ഉണ്ട്. പക്ഷേ പലരും വിളിക്കുന്നവർ ചോദിക്കുന്നത് എന്താണോ, സാറേ ഞാൻ കുറച്ച് നാളുകൊണ്ടൊക്കെ റാങ്ക് ഫയലൊക്കെ വെച്ച് പഠിക്കുന്നുണ്ട്, അവിടുന്ന് പഠിക്കുന്നു ഇവിടുന്ന് പഠിക്കുന്നു യൂട്യൂബ് പഠിക്കുന്നു, കണ്ടന്റിനങ്ങ് ഒരു ക്ഷാമവും ഇല്ല അല്ലേ. കണ്ടന്റിനെ സംബന്ധിച്ച് ഒരു ക്ഷാമവും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് കണ്ടന്റ് ഒരു ക്ഷാമവും ഇല്ല, എവിടെ നിന്നും കണ്ടന്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ, എങ്ങനെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എത്ര സമയം പഠിക്കണം, ഇതൊക്കെയാണ് ഇപ്പം നിങ്ങളുടെ പ്രശ്നം അല്ലേ. ഇതൊക്കെയല്ലേ നിങ്ങളുടെ പ്രശ്നം. അതെ, ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടിയാൽ ഉറപ്പായിട്ടും ഈ LGSൽ നിങ്ങൾക്ക് റാങ്കിൽ കയറാൻ പറ്റും, ഉറപ്പായിട്ടും കയറാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്, പഠിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം, ഈ സമയം പഠിക്കണം, രാവിലെ പഠിക്കണം, വൈകിട്ട് പഠിക്കണം, രാത്രി പഠിക്കണം എന്നൊക്കെ ഞാനൊരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ ഒരിക്കലും വർക്കാവില്ല. ഒരിക്കലും അത് ആ പ്ലാൻ വർക്ക് ചെയ്യില്ല. കാരണം ഓരോരുത്തരുടെയും ടൈം വ്യത്യസ്തമാണ് അല്ലേ. നിങ്ങൾ രാവിലെ പഠിക്കുന്നവരുണ്ടാവും, ചിലർ ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടു ജോലികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ ഓപ്പൺ ആയ സമയമാണ്, അപ്പോൾ സ്കൂൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ പറയുകയാണ് 9 മണി തൊട്ടിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അല്ലേ. ഹൗസ് വൈഫിനെയൊക്കെ സംബന്ധിച്ച് ഒരിക്കലും അത് പോസിബിൾ അല്ല. അപ്പോൾ ഏത് സമയമാണ് നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന ടൈം നിങ്ങൾ ഫസ്റ്റ് കണ്ടെത്തണം. നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന ടൈം നിങ്ങൾ ഫസ്റ്റ് കണ്ടെത്തിയിട്ട് പിന്നെയാണ്, ആദ്യമേ ടൈമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത് എന്താ, ഫസ്റ്റ് ടൈം കണ്ടെത്തുക. ടൈം കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് പഠിക്കണം, സിലബസ് ഫാസ്റ്റ് നമ്മൾ എടുക്കണം. ഓക്കെ, LGS നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ LGSന്റെ സിലബസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് LGSന്റെ സിലബസിൽ വന്നിട്ടുള്ള വിഷയം എന്തൊക്കെയാണ്. പൊതുവിജ്ഞാനം എത്ര മാർക്കിനുണ്ട്? 40 മാർക്കിന് പൊതുവിജ്ഞാനം തന്നെ ഉണ്ട്. എത്ര മാർക്കിന്? 40 മാർക്ക്. ആ 40 മാർക്കും എടുക്കാൻ പറ്റും. ഓക്കെ, 40 ഇല്ലെങ്കിൽ ഒരു 30 മാർക്ക് അതിൽ നിന്ന് മാക്സിമം എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഓക്കെ, പിന്നെ പോയിട്ട് ആനുകാലികം 20, സയൻസ് 10, പൊതുജനാരോഗ്യം 10. പിന്നെ ഉള്ള ഒരു 20 എന്ന് പറഞ്ഞാൽ ഏതാണ്? ലഘുഗണിതവും മാനസിക ശേഷി. നമ്മുടെ മാത്സിൻ്റെ 20 മാർക്ക് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം LGSൽ വരുന്ന 7ാം ക്ലാസ് നിലവാരത്തിലുള്ള എക്സാം ആണെങ്കിലും 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ച് കണ്ടേക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ LGS നിലവാരം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിച്ചാൽ, മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ. കട്ട് ഓഫ് നല്ല കട്ടിക്ക് കയറി അങ്ങ് പോകും. കാരണം ഈ LDCക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നല്ല മാർക്ക് എടുക്കാൻ കഴിയും. കട്ട് ഓഫ് നല്ല അടിച്ചങ്ങ് കയറും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും, എല്ലാ ക്വസ്റ്റ്യൻസിനും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നു, ഓരോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനകത്ത് 1/2 മാർക്ക് കിട്ടിയാൽ പോലും നമ്മുടെ റാങ്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും, എല്ലാവരും അറ്റൻഡ് ചെയ്യും, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും. അപ്പോൾ മാക്സിമം മാർക്ക്, മൈനസ് മാർക്ക് പോവാതെ മാക്സിമം മാർക്ക് നമുക്ക് എടുക്കാൻ പറ്റിയാൽ നമുക്ക് ഉറപ്പായിട്ടും ജോലിയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും പറ്റും. അതാണ് LGSന്റെ എക്സാം കട്ടി എക്സാം ആണെന്ന് വെച്ചാൽ അല്ല, സിമ്പിൾ എക്സാം ആയിരിക്കും. പക്ഷേ എന്താ ഒരു പ്രശ്നം, കട്ട് ഓഫ് വലുതായിരിക്കും. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. LDS 7ാം ക്ലാസ് നിലവാരത്തിലുള്ള എക്സാം ആയതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ചോദിക്കും, സാറേ അതൊക്കെ ടൈമൊക്കെ ഓക്കെയാണ്, ഇനി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ LGS ഇന്ന് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങാനുള്ള പ്ലാനൊക്കെയാണ്, അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മളിതെല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാനൊക്കെ തയ്യാറാക്കി ഒരു കോഴ്സ്, ഒരു ചെറിയൊരു പേയ്മെൻറ്റിൽ ഒരു കോഴ്സ് എക്സാം വരെ വാലിഡിറ്റിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ മെൻറ്റർഷിപ്പും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഒരാളും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പിൽ ഇത് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ഒരു കോഴ്സ് അങ്ങോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് 8848444510 ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക.
വിളിച്ചിട്ട് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. LGS കോഴ്സിനെ കുറിച്ച് ചോദിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, വിളിച്ച് ചോദിച്ചിട്ട് നമ്മുടെ കോഴ്സിലേക്ക് വരാം. ഇല്ലാത്തവർ ഇപ്പം കോഴ്സ് ഒന്നും നോക്കുന്നില്ല, കുറേ നാളുകൊണ്ട് പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക്കായിട്ട് സംഭവം സെറ്റ് ചെയ്യണം. എന്ത് പഠിക്കണം, സിലബസ് ഫുള്ള് ഫസ്റ്റ് തന്നെ പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുത്തിട്ട് ഏതൊക്കെ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്, ഇനി പഠിച്ചാൽ മാത്രം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്, ഇപ്പോൾ ചിലരെന്ത് ചെയ്യും, ഈ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, റാങ്ക് ഫയലൊക്കെ നോക്കി മൊത്തം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ല, സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ പോലും നമ്മൾ റാങ്കിലേക്ക് എത്തിപ്പെടത്തില്ല. എക്സാംസുകൾ നിരന്തരം എക്സാംസുകൾ നമ്മൾ ട്രൈ ചെയ്യണം. നിരന്തരം എക്സാംസുകൾ ട്രൈ ചെയ്തുകൊണ്ട്, മോക്ക് ടെസ്റ്റുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എവിടെയാണ് വീക്ക് ആവുന്നത്, പ്രത്യേകിച്ച് മാത്സ്. എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഈ 20 മാർക്ക് എന്ന് പറഞ്ഞാൽ 20 മാർക്കും എല്ലാവരും എടുക്കും. ആര്, റാങ്ക് ഫയൽ നോക്കി പഠിക്കുന്നവരും എവിടെ ക്ലാസ് കണ്ടു പഠിക്കുന്നവരും ഈ 20 മാർക്ക് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ അവിടെ വരുന്ന ഒരു കുഴപ്പം സമയമാണ്, ടൈമാണ്. കാരണം ഇത്ര സമയത്തിനുള്ളിൽ 20 മാർക്ക് കിട്ടിയാലേ മറ്റു മാർക്കുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സമയത്തിന് ഭയങ്കര വിലയാണ്. റാങ്ക് ഫയൽ വെച്ച് നോക്കുന്നവർക്ക് സമയം ഒരുപാട് വേണ്ടി വരും. കാരണം അവർ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നവർ ആ സമയം ചുരുക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ സിമ്പിൾ വേ കൂടെ, സിമ്പിൾ ട്രിക്സിലൂടെ സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ കണ്ടുപിടിച്ച് അടുത്തടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വിളിച്ച് നമ്മുടെ കോഴ്സിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.